SP.channel-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സൺഡേ സ്പെഷ്യലായ എൻ്റെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആണ്. ബീഫ് ചാപ്സ് ആണ് വെക്കാൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു അടിപൊളി ചാപ്സ്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഞാനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബീഫ് കുറച്ച് വലിയ പീസായിട്ടാണ് വേവിക്കാൻ പോകുന്നത്. സെറ്റാക്കി നമ്മൾ ഇതിൻ്റെ ഈ പീസസ് വലിയ പീസായി തന്നെ വേണ്ടി വേവിക്കാൻ പോവുക. കുക്കറിൽ വലിയ സൈസിട്ട് വെക്കുക. നമുക്ക് ചാപ്സിന് വേണ്ടി കുറച്ച് വലിയ കഷ്ണം വേണം. ഇത്രയും വേണ്ട. വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ കഷ്ണമാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ബീഫ് വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങോട്ടിടുകയാണ്. ശകലം പോലും വെള്ളം ഒഴിക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് വെള്ളം വാർന്നിറങ്ങി വരും. അപ്പം അതിൽ കിടന്നങ്ങ് വെന്തോളും. അപ്പം നമുക്കിതിലേക്ക് ഇച്ചിരി മസാലകൾ, ശകലം കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, അതോടൊപ്പം സ്വല്പം ഉപ്പും ചേർത്ത് നമുക്കിന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മുടെ ഇറച്ചി മസാല ഇമ്പോർട്ടൻ്റ് ആണ്. ഇറച്ചി മസാല നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്കിടാം. അതുപോലെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ശേഷം ഇടാം. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും ഉപ്പിട്ട് നിടവി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നല്ല പിടിക്കണം. നല്ല നമ്മുടെ ഈ മസാലയൊക്കെ കൂടെ ബീഫിലും കൂടി പിടിക്കപ്പെടും. ഒന്നത് വലിയ കഷ്ണമായതുകൊണ്ട് നല്ല അങ്ങോട്ട് പിടിക്കാൻ അകത്തോട്ട്. നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിടാം. കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷാണ്. ഞങ്ങളുടെ പറമ്പിലെ സാധനമാണ്, വിഷമൊന്നും ഇല്ലാത്ത. അതങ്ങോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് കൊണ്ട് കയറ്റാം. 3 വിസിൽ വലിയ കഷ്ണമായിട്ട് 4 വിസിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്ത് സവാളയുടെ നമ്മുടെ ഈ ഭാഗമില്ലേ, നമ്മൾ ഈ ഭാഗം എപ്പോഴും കളഞ്ഞിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ നല്ല സ്ലൈസായിട്ട് അടിഞ്ഞു നോക്കിയാൽ അടിങ്ങനെ ഇങ്ങനെ കൂടെ അല്ല നല്ല പയർ പോലെ ഇങ്ങനെ വീടും കണ്ടില്ലേ, നല്ല പയർ മണി പോലെ. എപ്പോഴും സവാള നല്ല തിന്നായിരിക്കണം. നല്ല സവാള അരി 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 നല്ല പയർ പോലെ വീഴണം സവാള, കണ്ടില്ലേ. ഇത് മാറ്റി വെക്കാം. പച്ചമുളക് എടുത്ത് ചാടുക. ഈ പിടയ്ക്കുന്ന പച്ചമുളക് വന്നു തൊട്ട് ജീവനുള്ള ഞങ്ങളുടെ പറമ്പിലായതുകൊണ്ട് ഒരു വല്ലാത്ത ഫ്രഷ് പച്ചമുളകാണ്. അതിൻ്റെ ആ മണം കയറുന്നു മൂക്കിലോട്ട് കേട്ടോ. എല്ലാം ഞങ്ങളുടെ പറമ്പിലെ സാധനം. ഉള്ളി ഒഴിച്ച് ഉള്ള കരിവേപ്പില ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പറമ്പിലെ സാധനങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ പാൻ ചൂടായപ്പം നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയ്ക്ക് ഒരു മണമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ആ ചാപ്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ കടുവൊക്കെ ഇങ്ങോട്ട് മിന്നി ചിതറുക. നമ്മൾ പെരിഞ്ചീരകം ഇട്ടു, അതോടൊപ്പം നമ്മുടെ കറുകപ്പട്ട ഇട്ടു, നമ്മുടെ വറ്റൽ മുളക്, പെരിഞ്ചീരകം ഇടുന്നതിൻ്റെ അറിയാമല്ലോ. പെരിഞ്ചീരകം ഇടുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ് ആ കറിക്ക് വരുന്നത്. അല്ല കറിവേപ്പിലല്ല, ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് ചാമ്പി കഴിയുമ്പോഴല്ലോ ആയുവാ, അത് വരുമ്പോൾ ഒരു മണം, ഒരു വല്ലാത്തൊരു മണം തന്നെ.
നമ്മുടെ ചെറിയ ഉള്ളി, വെച്ചിരുന്ന ഇഞ്ചി, പിന്നെ ചതച്ചുകൊണ്ട് ചെറിയ ഉള്ളിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി നല്ല മൂത്ത് കിടക്കണം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി, അങ്ങനെ നമ്മുടെ ബീഫ് നല്ല വെന്തിരിക്കുകയാണ്. നമുക്ക് തുറന്നങ്ങോട്ട് നോക്കാം എങ്ങനെയുണ്ട് സിറ്റുവേഷൻ. വലിയ പീസായതുകൊണ്ട് നല്ല എനിക്കൊരു 80% വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എടുത്തുനിന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് പീസും ചെറുതാക്കണം. വലിയ കഷ്ണം ഇട്ടല്ലേ, പീസും ചെറുതാക്കണം നമുക്കൊന്ന്. അപ്പോൾ നമ്മുടെ സവാള അങ്ങോട്ടിട്ട് അതും നല്ലപോലെ മൂപ്പിച്ചെടുത്ത് നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ആ ബീഫ് നമുക്കൊന്ന് പീസാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട വലിയ പീസല്ലേ, പിന്നെ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വേവിച്ച ബീഫ് നമുക്കൊന്ന് പീസാക്കണം. കാരണം നമ്മൾ വലിയ പീസായിട്ടുണ്ട്. എങ്കിൽ ഇത്രയും വലിയ പീസ് നമ്മൾ വേവിച്ചപ്പോൾ ചുരുങ്ങി ഇത്രയായി. എങ്കിൽ നമുക്കൊന്ന് സൈസ് ചെറുതാക്കാവുന്നു. എന്നുവെച്ചാൽ ലോങ് ആയിട്ട് ഓടി വെന്ത് കേട്ടോ. ഏകദേശം ഉണ്ടല്ലേ ഒരു 80% ബീഫ് നല്ല വെന്ത് കേട്ടോ. കണ്ടോ, വെന്തു. നമുക്ക് ലോങ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞങ്ങോട്ട് മാറ്റാം. ലോങ് പീസായിട്ട് ഇത്രയും നല്ല അതിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി അങ്ങനെ നല്ല വഴണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് ആദ്യം അല്പം മഞ്ഞൾപ്പൊടി, ശകലം നമ്മുടെ മല്ലിപ്പൊടി ഇച്ചിരി തോനെ വേണം. കാരണം നമ്മുടെ ഈ ചാപ്സിന് അത് അനിവാര്യമാണ് മല്ലിപ്പൊടി. അതിനുശേഷം നമ്മുടെ ഇറച്ചി മസാല ഞാൻ നേരത്തെ ഇച്ചിരി അല്പമേ ഇട്ടുള്ളൂ. അപ്പം അല്പം കൂടി ഇടണം. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് ആഡ് ചെയ്യാം. കാരണം 1.5 കിലോ ഇറച്ചി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് നേരത്തെ കുരുമുളക് അതേപോലെ ഞാൻ കുറച്ചേ നേരത്തെ ഇട്ടുള്ളൂ. അപ്പോൾ അതും കൂടി സ്വല്പം കൂടി അങ്ങോട്ട് ചേർക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല വെന്ത് അതുമായിട്ടെല്ലാം മിക്സ് ആവണം. ഈ വെളിച്ചെണ്ണ വെച്ച് കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഈ സൺഫ്ലവർ വെക്കുവാൻ നമുക്ക് ഈ മണം വരത്തില്ല. വെളിച്ചെണ്ണയ്ക്കകത്തെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ നല്ലൊരു മണം വരും. നമ്മുടെ ഉള്ളി അങ്ങനെ വഴണ്ടി വരുമ്പോഴേ മസാലയൊക്കെ നല്ല വേണ്ട. നമുക്ക് ആ ബീഫിൻ്റെ സ്റ്റോക്ക് അതിലേക്ക് ഒഴിക്കണം കേട്ടോ. കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണം. അപ്പം ഓവറായിട്ടങ്ങ് ഗ്രേവിയായി പോകണ്ട. കുറച്ചുകൂടി നമുക്ക് ആ ഒരു കട്ടിക്ക് വേണം. ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം നമുക്ക്. തൽക്കാലം ആദ്യം കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വെന്ത് നല്ല അങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ നല്ല സ്ലൈസാക്കി നല്ല ലോങ് ആയിട്ട് അരിഞ്ഞിട്ട് കണ്ടില്ലേ, നമ്മൾ ഈ സൈസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങ് ചാമ്പാം. ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ നല്ല, ഇനിയിപ്പം സൺഡേക്ക് മുന്നേ ക്രിസ്മസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ ചാപ്സ് അങ്ങ് വെക്കുക. നമ്മളതിലേക്ക് ഇതെല്ലാം അങ്ങോട്ടിട്ട് നല്ലപോലെ ആ മസാലയൊക്കെ എൻ്റെ മേളിൽ വീഴുന്നുണ്ടോ, നല്ല അങ്ങോട്ട്. ഇനി ഇവനങ്ങോട്ട് ഇതിൽ കിടന്നങ്ങോട്ട് നല്ല അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്താണ്ട് നമ്മുടെ വെടിക്കെട്ട് പാല്, നല്ല തേങ്ങ, ഫ്രഷ് തേങ്ങ പിഴിഞ്ഞെടുത്ത 2ാം പാലുണ്ട്, ഫസ്റ്റ് പാലുണ്ട്. അതങ്ങോട്ട് ഒഴിച്ച് ബാക്കി അങ്ങോട്ട് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഉള്ള കറിവേപ്പില എടുപ്പോഴത്തേക്ക് നമ്മുടെ ആ ചാപ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ ചാപ്സ് നല്ല വെന്ത് വരും കേട്ടോ. നമ്മൾ 2ാം പാല് തേങ്ങ പിഴിഞ്ഞെടുത്ത ഫ്രഷ് പാലാണേ. അപ്പോൾ 2ാം പാൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇതിൽ കിടന്ന് നല്ലോണം കുറച്ച് വേവണം. ഇതൊക്കെ ഇങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് വാങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ച് വാങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി വരികയാണ്. അപ്പോൾ നമ്മുടെ 2ാം പാൽ നമ്മൾ നേരത്തെ ഒഴിച്ചു. ഇനി നമ്മുടെ 1ാം പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട്, കാരണം തിളച്ചുകൊണ്ട് വേണ്ട, നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം പാല്, തേങ്ങാപ്പാൽ ഇപ്പം പിരിഞ്ഞായിരുന്നില്ല, പല്ലായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്കെടുക്കാം. ആ 1ാം പാലം അങ്ങോട്ട് ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ മണം വരുന്നത്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച കറിയൊന്ന് അനന്ന് വന്നപ്പോഴേ മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് അറിയത്തില്ല, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ടതാണ്. വേണ്ടുന്നവർക്ക് ഇടാം, വേണ്ടുന്നവർക്ക് ഇടണ്ട. ഇതാണ് ഞങ്ങളുടെ നല്ല അടിപൊളി
ക്രിസ്മസിൻ്റെ അതിമനോഹരമായ ബീഫ് ചാപ്സാണ്. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. SP.journey നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ചാപ്സ് റെഡിയായിരിക്കുകയാണ്. ഞാൻ ഇന്ന് നമ്മുടെ സെറ്റായ പൊറോട്ട ഇതുമായിട്ടാണ് കോമ്പിനേഷൻ ചെയ്യാൻ പോകുന്നത്. പൊറോട്ടയും ചാപ്സും കൂടി നല്ല എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇതങ്ങ് അടച്ചു വെക്കാം. അതിമനോഹരമായ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുകയാണ്. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് ഓരോന്നും പ്രചോദനം. സോ SP.journey നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്സ് ഒന്ന് സെറ്റാക്കി നോക്കാം, കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. ഞാൻ കഴിക്കുന്നതിന് മുന്നേ വായു വിളമ്പുന്നുണ്ടോ? ഓ മൈ ഗോഡ്. ബീഫ് നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല പൂ പോലായി. അവനെ ഞാൻ പൊറോട്ടയും കൊണ്ട് എടുത്ത് അതിലേക്ക് വെച്ചിട്ട് പറയാൻ ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിക്കുകയാണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വിത്ത് ബീഫ് ചാപ്സ്.